ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പൊ മായാവി ട്രേഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് എന്താ പറയാ, സാധാരണ പറയുന്ന പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇതൊന്നും വായിച്ചു നോക്കാതെ പോകരുത്. 18 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ മാത്രം ട്രേഡ് ചെയ്യാനിരിക്കുക ലീഗലായിട്ട് ഇന്ത്യയിൽ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വായിച്ചു നോക്കണം. നിങ്ങൾ വായിച്ചു നോക്കാത്ത ഒരു ഇതും ഉണ്ടാവരുത്. ഓക്കെ, ഇന്ന് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ബൈബിറ്റിനെ കുറിച്ചാണ്. നമ്മൾ സാധാരണയായിട്ട് ബിനോമി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്യൂടെക്സിലായാലും അതുപോലെ തന്നെ ബിനോമയിലായാലും നമ്മുടെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് സഡൻ ഇഷ്യൂ കാരണം നമുക്ക് എന്താ ചെയ്യാ, നമ്മളൊരു ബൈബിറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇനി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ബൈനാൻസ് ഉള്ളവര്, ഇപ്പൊ ഓൾറെഡി ബൈനാൻസ് ഉള്ളവർക്ക് ബൈനാൻസിലൂടെ തന്നെ ചെയ്യാം, അതിൽ യാതൊരു പ്രശ്നവുമില്ല. അല്ലാത്തവർക്ക്, പുതിയതായിട്ട് ന്യൂ കമറായിട്ട് വരുന്ന ആൾക്കാർക്ക് ബൈബിറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ക്യൂട്ടസിലേക്ക് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, ബൈബിറ്റിൽ എങ്ങനെയാണ് നിങ്ങൾ പൈസ USD INR ഉപയോഗിച്ചിട്ട് USDT എങ്ങനെയാണ് മേടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ഞാനിവിടെ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് കംപ്ലീറ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വിഡ്രോ ചെയ്ത് വെച്ചേക്കുകയായിരുന്നു. എല്ലാം വിഡ്രോ ചെയ്തു. ഇതിലധികം ഉണ്ടായിരുന്നില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്ന അക്കൗണ്ടാണിത്. ഓക്കെ, മറ്റേത് വൈഫിന്റെ അക്കൗണ്ട്, അതിലാണ് മെയിൻ ട്രേഡ് നടക്കുന്നത്. ഓക്കെ, ഇതിലിപ്പോ $185 ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് 2 ദിവസം മുമ്പ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിരുന്നു. ബൈബിറ്റ് മറ്റെന്താ പറയാ, രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തു, എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ വെരിഫൈ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സ്ക്രീൻ ഇതാണ് നമ്മുടെ ബൈനാൻസ്. ബൈനാൻസ് നമ്മുടെ ഇതാണ്. ഇപ്പോഴും ബൈനാൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ബൈനാൻസ് നമ്മൾ ഒരു പ്രശ്നമില്ലാതെ ബൈനാൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ന്യൂ കമേഴ്സിന് മാത്രമാണ് ബൈനാൻസ് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബൈബിറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബൈബിറ്റ് ഓപ്പൺ ചെയ്യാം. ബൈബിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണുക. ഓക്കെ, ഇതാണ് അതിന്റെ ഇന്റർഫേസ് കാണുന്നത്. ഓക്കെ, വെരിഫൈ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മളിപ്പോ ബൈനാൻസിന്റെ ID ഉണ്ടോ, ബൈനാൻസിന്റെ പേ ID പോലെ തന്നെ UID എന്ന് പറയുന്നത് ഇതിന്റെ ID ആണ്. ഓക്കെ, ഈ ID നമ്പർ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമുക്ക് ഡോളർ വാങ്ങാനും ഡോളർ കൊടുക്കാനും ഒക്കെ സാധിക്കുന്നത് ഇതിലൂടെയാണ്. ഓക്കെ, ഈ നമ്പറാണ് ഇത്. ഇപ്പൊ ബൈനാൻസിൽ ഇപ്പൊ നിങ്ങളിൽ ഒരുപാട് പേര് നിങ്ങൾ ഡോളറിന് വേണ്ടിയിട്ട് എന്നെ അപ്രോച്ച് ചെയ്യുന്നില്ലേ. അപ്പൊ ഡോളറിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ബൈനാൻസിന്റെ ID ചോദിക്കും. അപ്പൊ ID നിങ്ങൾ അയച്ചിരുന്നില്ലേ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഡോളർ വേണമെങ്കിൽ എനിക്കിത് ഈ ഒരു ID അയച്ചു തന്നാൽ മതി. ഈ ID അയച്ചു തരുമ്പോൾ ഞാൻ വളരെ കുറഞ്ഞ വിലയിൽ ഡോളർ നിങ്ങൾക്ക് തരുന്നതാണ്. ബൈബിറ്റിന്റെ ഇന്റർഫേസ്. ഓക്കെ, ഇന്റർഫേസ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ സ്കാനിങ് ഉണ്ട്. ബിനോമൽ ബൈനാൻസി കാണുന്ന പോലെ തന്നെ ഇവിടെ സ്കാൻ ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് മറ്റേ QR കോഡ് സ്കാൻ ചെയ്യാനുള്ളതുണ്ട്. ഇവിടെ കസ്റ്റമർ ഹെൽപ്പിന്റെ ഇതുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നമ്മൾ ഏതൊരു ഇന്റർഫേസ് ആയാലും നമ്മൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്ന അറിയുന്നതും നല്ലതാണ്. ഓക്കെ, ഇനി ഈ ബൈബിറ്റിലൂടെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ മണി, നമ്മുടെ പൈസ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് എന്താ ചെയ്യണത്, ഇത് മേടിക്കണേന്ന് നോക്കാം. എന്താണ് അതിന് പറയാം, USDT മേടിക്കണേന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നല്ല തണുപ്പാണ്. ഏകദേശം 8 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ വിറയലൊക്കെ എന്റെ സൗണ്ടിൽ ഉണ്ടാവും. പ്ലീസ് ക്ഷമിക്കണേ. ഓക്കെ, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ഇതുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, അധികം കത്തി അടിക്കുന്നില്ല, ഇതാ ഇവിടെ നോക്കിയേ, ഹോം, മാർക്കറ്റ്, ഡെറിവേറ്റീവ്സ്, ട്രേഡ്, അസറ്റ്സ് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ അസറ്റിൽ ഞാൻ $10 ഉണ്ട് ഇവിടെ. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും, ഞാനിപ്പോ ട്രേഡിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽസ് തരുന്ന ആയിക്കോട്ടെ, ഞാൻ ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ, എന്ത് കാര്യം ഫസ്റ്റ് ഞാനത് പരീക്ഷിച്ചു. അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ അത് പിന്നെ വേസ്റ്റ് ബോട്ടിൽ ഇടും, അത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മൾ എന്താ ചെയ്തത്, ഫസ്റ്റ് ഹോമിലായിരുന്നു നമ്മൾ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ പോയിട്ട് അസറ്റ്സിലേക്ക് പോയി. അസറ്റ്സിൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കണ്ടോ നിങ്ങൾ ഇവിടെ? ഡെപ്പോസിറ്റ് ഉണ്ട്, വിഡ്രോ ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്, കൺവേർട്ട് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് ഡെപ്പോസിറ്റിലാണ്. ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബൈ വിത്ത് INR ഇവിടെ നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട്.
ഇതിപ്പോ ചെറിയൊരു എന്താ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ട് ആയിട്ട് തോന്നിയിട്ടില്ല. നമ്മളിപ്പോ ചെയ്യുന്നത് P2P ട്രേഡിംഗ് ആണ്. P2P ട്രേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റേ ബൈനാൻസിൽ പോലെ ആ ഒരു പ്രശ്നത്തിലേക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് ബൈബിറ്റിന്റെ വെരിഫൈഡ് ആയിട്ടുള്ള കസ്റ്റമർ ആണ്. വെരിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സെക്യൂർ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഞാനും P2P-യിലാണ് ഈ ഡോളർ മേടിച്ചിരിക്കുന്നത്. നമ്മൾ P2P-യിൽ ഇപ്പൊ ക്ലിക്ക് ചെയ്തു. P2P-യിൽ ക്ലിക്ക് ചെയ്യുന്ന ഇങ്ങനെ ഒരു ഇന്റർഫേസസ് ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കാം, ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എത്ര രൂപയ്ക്കാണ് നമുക്ക് എന്ത് വേണ്ടത്, P2P വേണ്ടത്, സോറി ഡോളർ USDT വേണ്ടത് എന്ന് നമ്മൾ ആദ്യം എന്താ പറയുക, നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. എനിക്ക് ഇത്ര രൂപയ്ക്കാണ് എനിക്ക് ഡോളർ വേണ്ടതെന്നുള്ളത് ഉണ്ടാവല്ലോ. അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ അതിനു മുമ്പ് ഫസ്റ്റ് ഫിൽട്ടറിൽ പോയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഷോ ഓൺലി എലിജിബിൾ ആഡ്സ്. ഇപ്പൊ നിലവിലുള്ള എലിജിബിൾ ആയിട്ടുള്ള ആഡ്സ് മാത്രം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കണം. അപ്പൊ ഇത്രയും പേരാണ് എന്താ പറയുന്നത് ഇപ്പൊ വിൽക്കാനായിട്ട് കൊടുക്കുന്നത്. 92 രൂപയ്ക്കാണ് ഇപ്പൊ, 94 രൂപ ഒക്കെയാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ, ഇപ്പൊ നമുക്ക് എമൗണ്ട് എത്ര വേണം, നമ്മൾ എത്ര രൂപയ്ക്കാണ് നമുക്ക് വേണ്ടത്, നമുക്ക് എത്ര രൂപയ്ക്കാണ് നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഒരു 3000 രൂപയ്ക്കാണോ 2000 രൂപയ്ക്കാണോ 1000 രൂപയ്ക്കാണോ നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ആ എമൗണ്ട് നമ്മൾ ആദ്യം ഒന്ന് ഫിൽട്ടർ ചെയ്ത് കൊടുക്കണം. അതിന് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടോ, ഇവിടെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ എത്ര രൂപയ്ക്കാണ് നമുക്ക് എമൗണ്ട്, എത്ര രൂപയ്ക്കാണ് നമുക്ക് USDT വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് കൺഫേം കൊടുത്താൽ മതി. കേട്ടോ, ഇപ്പൊ പൈസ എത്രയാന്ന് നോക്കിയാൽ 97 രൂപയാണ്. ഞാൻ ഡോളർ എത്രയാണ് കൊടുക്കണേന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ 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 അപ്പോ 97 രൂപയാണ് ഇപ്പൊ ഇതിന്റെ വില. ഓക്കെ, ഇവിടെ ഡോളറിന് വില. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഫസ്റ്റ് വരും, അത് കുറഞ്ഞ് അത് അങ്ങനെ വരും, അതിങ്ങനെ അങ്ങനെ 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 കൂടി 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 താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ അറിയാൻ പറ്റും. ഒരു മിനിറ്റ് നോക്കിയേ, 98, 99, 105 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും കുറഞ്ഞത് തന്നെ നോക്കാം. നമുക്കിവിടെ ഓക്കെ 85% ഉണ്ട്. ഇവിടെ ഇയാൾ 85% പെർസെന്റേജ്. അപ്പൊ നമുക്ക് ഇവിടെ പെർസെന്റേജും കൂടെ നോക്കുക. ഇവിടെ 96% ഉണ്ട്. ഓക്കെ, ആക്യുറസി അതൊക്കെ നമ്മൾ നോക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയുക, ഇവിടെ ഈ ഒരു 97 രൂപയ്ക്ക് നമ്മൾ ബൈ ഓർഡർ കൊടുത്തു, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നത് വിത്ത് ഫിയറ്റിലാണോ എന്ന് മാത്രം നോക്കുക. ക്രിപ്റ്റോയിലേക്ക് പോരുത്, ഫിയറ്റിലായിരിക്കണം. ഇനി നമ്മൾ എത്ര രൂപയ്ക്കാണ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് 1000 രൂപയാണ്. അപ്പൊ 1000 രൂപ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ബൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നോക്ക്, ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്, കണ്ടോ, സെല്ലറുടെ പേര് വന്നു, അത് ആയുഷ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ആയുഷ് ചൗഹാനന്തം എന്തായാലും അത് കറക്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഓർഡർ ID എല്ലാം വന്നു. ഇതിൽ പേ നൗ എന്ന് പറഞ്ഞ് കൊടുത്തു. പേ നൗ എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ, ബാങ്കിന്റെ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്, UPI. ഓക്കെ, UPI എന്ന് പറഞ്ഞിട്ട് ഇവിടെ UPI വന്നിട്ടുണ്ട്. നമുക്ക് മറ്റേ പേയ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ UPI ID ഉണ്ട്. UPI ID അതുപോലെ തന്നെ QR കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ QR കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പേയ്മെന്റ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ പേയ്മെന്റ് ചെയ്യാൻ പോവാണ്. ഒരു മിനിറ്റ്. ഓക്കെ, കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഇവിടെ UTR, ഈ UTR ID ഇല്ലേ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ, നമ്മൾ പേയ്മെന്റ് ചെയ്തു. ഇവിടെ ഈ ചാറ്റിൽ പോവുക. ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം മുമ്പ് പേയ്മെന്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് പോകരുത്. ഇതിന്റെ മേലെ നിങ്ങൾ പേയ്മെന്റ്, ഇപ്പൊ UPI-ന്റെ പേയ്മെന്റ് എല്ലാം നിങ്ങൾ കഴിഞ്ഞു. ഓക്കെ, പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു, ട്രാൻസാക്ഷൻ ID എടുത്തു, നിങ്ങൾ ഇവിടെ പോവുക. ഇവിടെ പോയതിനു ശേഷം ആ UTR ID നിങ്ങൾ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ പേസ്റ്റ് ചെയ്തു, UTR ID പേസ്റ്റ് ചെയ്തു. അതിനുശേഷം PDF ഇതിൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഫോട്ടോസിൽ പോവുക. ഫോട്ടോസിൽ പോയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇത് കൺഫേം കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പ്ലീസ് റിലീസ് താങ്ക് യു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ബാക്കോട്ട് പോവുക.
എന്നിട്ട് പേയ്മെന്റ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കൺഫേം കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിലും കൂടെ ക്ലിക്ക് ചെയ്തു, അതിൽ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് നമ്മുടെ പേയ്മെന്റ് വന്നോ എന്നുള്ളത് നോക്കാം. എന്റെ ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? ആദ്യം ഉണ്ടായത് എത്രയാണ്? $10 ആണ്. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നോക്കി ഇവിടെ നോക്കി എത്ര സമയം എടുത്തു നിങ്ങൾക്ക്? $10 ഓൾറെഡി വന്നു. നിങ്ങളുടെ മുമ്പ് തന്നെയാണ്. എത്ര സമയം എടുത്തു? ഇവിടുന്ന് ടൈമർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിന്ന് ബാക്കോട്ട് അടിച്ച് നോക്കി ടൈമർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നമുക്ക് ഓൾറെഡി എമൗണ്ട് വന്നു. ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് ബൈബിറ്റിന്ന് നമ്മൾ ഡോളർ വാങ്ങാനായിട്ട് ഉള്ളത്. നമ്മൾ ബൈബിറ്റിൽ മാത്രം നമ്മൾ ഡോളർ മേടിച്ചിട്ട് കാര്യമുണ്ടോ? മേടിച്ചു വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇനി ഈ ഒരു ഡോളറിനെ ടോട്ടക്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ടോട്ടക്സിന്റെ ഐഡി എടുക്കുക. ടോട്ടക്സ് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, കറക്റ്റ് ആയിട്ട് നോക്കണേ. $185 ഓൾറെഡി ടോട്ടക്സിൽ ഉണ്ട്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ ഡെപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ബൈനാൻസ് പേ ആണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ TRC20 ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ TRC20യും ERC20 ഒക്കെ എന്താണ്, ഹ്യൂജ് എന്താ പറയണത്, കമ്മീഷൻ മേടിക്കും. ഓക്കെ, അവർക്ക് ഫീസ് കൊടുക്കണം. ഇപ്പൊ ഒരു $20 $30 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം $6 $7 തന്നെ അവരുടെ ഫീസ് തന്നെ പോകും. അതുകൊണ്ട് ഒരിക്കലും ഈ രണ്ട് ഉപയോഗിക്കാതെ USD Tether BEP20 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടോ നിങ്ങൾ? ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഏകദേശം എനിക്ക് അവിടെ എത്രയുണ്ട്? $20 നമ്മുടെ ബൈബിറ്റിൽ കിടക്കുന്നുണ്ട് അല്ലെ? $20 ബൈബിറ്റിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇവിടെ ഒരു ഓക്കെ മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് ഈസ് $20. ഓഹോ, ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ ഡെപ്പോസിറ്റ് $20 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഇവിടെ നോക്കി, ഇപ്പൊ നമുക്ക് എന്ത് വന്നു? ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് വന്നു. ഓക്കെ, ഇവിടെ USD Tether BEP20 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അവിടുന്ന് കോപ്പി അഡ്രസ് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി എടുക്കുക. അതിനുശേഷം അല്ലെങ്കിൽ നമ്മളിതാ ഇവിടെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് Ctrl+C അടിച്ചാലും കോപ്പി ആയതിനു ശേഷം എവിടെ പോണം? നിങ്ങൾ ബൈബിറ്റിൽ പോവുക. ബൈബിറ്റിൽ പോയി കഴിഞ്ഞ ശേഷം ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, അസറ്റിൽ പോവുക. അസറ്റിൽ പോയി കഴിഞ്ഞ ശേഷം ഇവിടെ വിഡ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കാണാം നിങ്ങൾക്ക്. അവിടെ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് കഴിഞ്ഞിട്ട് എന്താ പറയാ, ആഡ് ടു ഇമെയിൽ ലിങ്ക്ഡ് സെറ്റ്. ഓക്കെ, ഇത് നമ്മൾ സെറ്റ് ചെയ്യണം. ഏത്? ഗൂഗിൾ ഓതന്റിക്കേറ്റർ നമ്മൾ സെറ്റ് ചെയ്യണം. കോഡ് ഗൂഗിൾ ഓതന്റിക്കേറ്റർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ സോറി, നേരത്തെ ഇടയ്ക്ക് ഒരു കോള് വന്നായിരുന്നു, അതാണ് വലിയ പ്രശ്നമായി പോയത്. ഓക്കെ, നമ്മളിപ്പം നിലവിലുള്ള നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്, നമ്മുടെ ബൈബിറ്റിന്റെ അക്കൗണ്ടിൽ നിന്ന് $20 ഉണ്ട്. $20 നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്യൂടെക്സ് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ മിനിമം ഡെപ്പോസിറ്റ് എത്രയാണ് അവിടെ ക്യൂടെക്സ് അക്കൗണ്ട് വരുന്നത്? എത്ര മിനിമം വരുന്നത്? മിനിമം വരുന്നത് $20 ആണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ബൈനാൻസ് പേ അല്ല, നമ്മൾ ഇവിടെ പോയിട്ട് എന്ത് ചെയ്യണം? USD Tether BEP പോയിട്ട് BEP20 ഇതാക്കുന്നു. എന്നിട്ട് നമ്മൾ $20 ടൈപ്പ് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു കോപ്പി അഡ്രസ് നമ്മൾ കോപ്പി ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി, Ctrl+C വെച്ച്, അല്ലെങ്കിൽ മൊബൈലാണെങ്കിൽ കോപ്പി അഡ്രസ് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ ബൈബിറ്റിൽ പോകുന്നു, വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ കൊടുക്കുന്നു. ഇവിടെ കണ്ടോ USDT ഓൾറെഡി നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ള USDT അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അഡ്രസ് എന്ന് പറഞ്ഞ് കാണാം. ഈ അഡ്രസ്സിൽ നോക്കണം, ഓൺ ചെയിൻ ആണോ നോക്കുക കേട്ടോ. ഓൺ ചെയിൻ ആണോ നോക്കിയിട്ട് ഈ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യാം? ആ നേരത്തെ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന അഡ്രസ്സ് അത് പേസ്റ്റ് ചെയ്യാം.
ഓക്കെ, അത് പേസ്റ്റ് ചെയ്തു. നെറ്റ്വർക്ക്, നമ്മുടെ നെറ്റ്വർക്ക് ഏതാണ്? നമ്മൾ BEP20 ആണ് നെറ്റ്വർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, എത്രയാണ് എമൗണ്ട്? മിനിമം എമൗണ്ട് എത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? $20 ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളിത് കൊടുത്തു. നമ്മളിതെല്ലാം കൊടുത്തതിന് ശേഷം എന്ത് ചെയ്തു? ഓക്കെ, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ വേരിഫിക്കേഷൻ, ഇതൊക്കെ നമ്മുടെ മെയിൽ ID ഒരു വേരിഫിക്കേഷൻ വരും. ഓക്കെ, ഇനി ഗൂഗിൾ ഓതന്റിക്കേറ്റ്, കാരണം അത്രയ്ക്ക് സെക്യൂർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങള് മറ്റേ ഇത് സാധാരണ ഒരു ഇതല്ല. നമ്മുടെ ഒരു പൈസ, നമ്മുടെ ഒരു ഇത് ഇവിടുന്ന് വിഡ്രോ ആവുന്നത് അത്രയ്ക്കും സെക്യൂർ ആയിട്ടാണ് ഇത് പോകുന്നത്. അപ്പൊ നമ്മൾ ഗൂഗിൾ ഓതന്റിക്കേറ്റർ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. 478620 478-620. ഓക്കെ, കൺഫേം കൊടുക്കും. ഓക്കെ, വിഡ്രോവൽ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ്, ഫുൾ ഫണ്ട് പാസ്വേഡ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ബാക്കോട്ട് ഒന്ന് പതുക്കെ പോയി നോക്കാം. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ $20 ഇവിടുന്ന് പോയി. അപ്പൊ എന്റെ ക്യൂടെക്സിന്റെ അക്കൗണ്ടിൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നേ? $185 അല്ലെ? $185 ആയിരുന്നു. ഇനി അത് വന്നോ എന്ന് നോക്കാം. നമ്മളൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോസും കണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ക്യൂടെക്സിന്റെ VIP ചാനൽ ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ VIP ചാനലിന് സിഗ്നൽസ് കൊടുക്കുന്നുള്ളതാണ്. നമുക്ക് 2 സെക്ഷൻ ആണുള്ളത്. 2 സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രാവിലെയും 11:30 ആകുമ്പോൾ 12 മണിക്ക് ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ രാത്രി ഒരു 8:30 ഒരു സെക്ഷൻ ഉണ്ട്. ഈ 2 സെക്ഷനിലും നമ്മൾ പ്രോഫിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ ഇറങ്ങാറുള്ളൂ. ഓക്കെ, ഇതുപോലെ പ്രോഫിറ്റ് വിന്നിലാവുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇറങ്ങുള്ളൂ. ഇനി മാർക്കറ്റ് എങ്ങാനും വളരെ മോശം ആണെങ്കിൽ, വളരെ മോശമാണെങ്കിൽ നമ്മൾ മാക്സിമം ട്രേഡ് കൊടുത്തിട്ട് മാക്സിമം സിഗ്നൽസ് കൊടുത്ത് നമ്മൾ പ്രോഫിറ്റിലേ ഇറങ്ങാറുള്ളൂ. അല്ലെ? നിങ്ങൾക്ക് ഇത്രയും കാലത്തുള്ള നിങ്ങളെ ഇതിൽ കാണുന്ന നമ്മുടെ ഇഷ്ടംപാടൊക്കെ ഇതുണ്ട്, ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ എങ്ങനെയാണ് ഓരോ ദിവസവും നമ്മൾ ഇറങ്ങുക എന്നുള്ളത്. ഓക്കെ, അല്ലാതെ ഇന്നൊരു ദിവസം അയ്യോ ലോസായി ഇന്ന ദിവസം, അതുകൊണ്ട് നമുക്ക് നാളെ നോക്കാം അല്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ നോക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയിപ്പോ മാർക്കറ്റ് മോശമാണ്, എന്ത് ചെയ്യും? ലോസ് വന്നാലും നമ്മൾ ആ ലോസിനെ നമ്മൾ എന്ത് ചെയ്യും? റിക്കവർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ലോസിനെ റിക്കവർ ചെയ്തിട്ട് ഇത് തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം കേട്ടോ. ഇപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ 9 സിഗ്നൽസ് ആണ് കൊടുത്തത്? എന്തുകൊണ്ടാണ് 9 സിഗ്നൽസ് കൊടുത്തത്? അവിടെ മാർക്കറ്റ് മോശമായിരുന്നു. 9 സിഗ്നൽ കൊടുത്തു, 2 ലോസ് ആയതുകൊണ്ട് 9 സിഗ്നൽ കൊടുത്തു. നമ്മൾ 7 വിൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ആ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്ത് നല്ല ഹൈ ട്രിപ്പിള് നമ്മൾ പ്രോഫിറ്റിലേക്ക് നമ്മൾ അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ ക്യൂടെക്സിന്റെ നമ്മുടെ VIP ചാനലാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്തുള്ളത്? ബിനോമിന്റെ VIP ചാനൽ ഉണ്ട്. ഉണ്ടോ? ഇത് ബിനോമിന്റെ. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഇപ്പൊ ക്യൂടെക്സിൽ തന്നെ ചെയ്യണമെന്നില്ലല്ലോ. എല്ലാവരും ക്യൂടെക്സിൽ തന്നെ ചെയ്യണമെന്നില്ല. ബിനോമിൽ ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ കണ്ടോ, ഇതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ എങ്ങനെയാ സിഗ്നൽ കൊടുക്കുന്നതിനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ എല്ലാം ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ കണ്ടോ, പുട്ട് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ട്രേഡ് എടുക്കാൻ നിങ്ങളോട് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആദ്യം ക്രിപ്റ്റോ IDX എന്ന് പറഞ്ഞിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം ഇതാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ക്രിപ്റ്റോ IDX എന്ന് പറഞ്ഞിട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് പുട്ട് എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞു. ഫ്ലക്ച്വേഷൻ കൂടുതലാണ്. ഞാൻ ഓൾറെഡി ഇൻഡിമേഷൻ തന്നിട്ടുണ്ട്. ഫ്ലക്ച്വേഷൻ കൂടുതലാന്ന് പറഞ്ഞിട്ട് ആ സിഗ്നലും മറ്റേ ലോസ് ആകും നിങ്ങളോട് ഇതാവാനല്ല പറഞ്ഞത്. ഫ്ലക്ച്വേഷൻ കൂടുതലാകുമ്പോൾ നിങ്ങൾ 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 500 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഇവിടെ ഇട്ടു, നമ്മൾ അതിൽ വിന്നായി. കണ്ടോ? അടുത്ത കോൾ വന്നപ്പോൾ മിസ്ഡായി. കണ്ടോ? ഇവിടെ ഞാൻ ഇതിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ലോസ് ആയതും മിസ്സായതും ഒക്കെ നമ്മൾ ഇവിടെ ഇടുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രം കാണിച്ച് അയ്യോ ഞാൻ പ്രോഫിറ്റ് ഇപ്പൊ ഈ മിസ്ഡ് ആയത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ പ്രോഫിറ്റ് മാത്രം കാണിക്കുന്ന അങ്ങനത്തെ ഒരു കള്ളപ്പണികളൊന്നും ഇതിലില്ല, നമ്മുടെ ഗ്രൂപ്പിലില്ല. മനസ്സിലാവുന്നുണ്ടോ? ലോസ് ആണെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്. പക്ഷെ നമ്മൾ ആ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിലേ ഇറങ്ങാറുള്ളൂ. അത് യാതൊരു വിധത്തിലുള്ള എന്താ പറയാ ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, പ്രോഫിറ്റിൽ മാത്രമേ ഇറങ്ങാറുള്ളൂ. അത് 100% ഞാൻ ഗ്യാരണ്ടി തരുന്ന ഒരു കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ ബിനോമിന്റെ ഇത്.
അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എമൗണ്ട് വന്നോ, എമൗണ്ട് വരുന്നവരെ ഇതൊക്കെ എമൗണ്ട് എത്തി. ഒന്ന് റീഫ്രഷ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എമൗണ്ട് എത്തി. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ 2-3 ടിപ്പും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ട്രേഡ് ചെയ്യുന്നത് 18 വയസ്സിന് മേലോട്ടുള്ള കാര്യത്തിൽ ട്രേഡ് ചെയ്യാം. നമ്മൾ ഈ ചെയ്യുന്ന കാര്യം വീഡിയോസുകൾ കംപ്ലീറ്റും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ആർക്കും ഒരു ടിപ്പോ ചെയ്ത കാര്യങ്ങളോ ഒന്നും ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് കൊടുക്കുന്നതല്ല. നിങ്ങൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത്രയും റിസ്ക്കും കാര്യങ്ങളൊക്കെ വെച്ച് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറി ഒക്കെ ചോദിച്ചിട്ട് മാത്രം ട്രേഡ് കാര്യങ്ങൾ എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. പഠിക്കാനാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാനാണെങ്കിൽ, ട്രേഡിംഗ് പഠിക്കാനാണെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾ ഒരു കോഴ്സിന് പോയിട്ട് 50,000 60,000 രൂപയും കൊടുത്തിട്ട് കോഴ്സിന് പോയിട്ട് നിങ്ങൾ കോഴ്സ് പഠിക്കുന്നു അതൊന്നും ചെയ്യൊന്നും വേണ്ട. വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ ക്ലാസ് 1 മുതൽ ക്ലാസ് 8 വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ട് പ്രാക്ടീസ് ചെയ്യുക. വെറുതെ കണ്ടോണ്ട് കാര്യമുണ്ടോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ആ കോഴ്സിന് പോയി, ഈ കോഴ്സിന് പോയി, അതിന് പോയി, ഇതിന് പോയി, എന്നിട്ട് എനിക്കൊരു എന്താ പറയുക, ഞാനൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ ആയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ലോസ് ആവുന്നത്. എന്തുകൊണ്ട് ലോസ് വരുന്നു? നിങ്ങൾ ക്ലാസ് പോയിട്ട് അറ്റൻഡ് ചെയ്യുന്നു, അല്ലാതെ നിങ്ങൾ പ്രാക്ടീസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് നിങ്ങൾ ചെയ്യുക. അത് നിങ്ങൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് എന്താവും? വിന്നാവും. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് നിങ്ങൾ ട്രേഡും കാര്യങ്ങളൊക്കെ നടത്തുക. ഓക്കെ. താങ്ക് യു വെരി മച്ച്.